ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു ഷോക്കിലാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മറഡോണ വിടവാങ്ങിയെന്ന കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും അതിനെ ആഘോഷിക്കുകയും അതിനെക്കുറിച്ച് ധാരാളം വാർത്തകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥകളും ഒക്കെ വിളമ്പി വീണ്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിന് തൊട്ടു പിന്നാലെ പെട്ടെന്നുള്ള ഈ വാർത്ത എല്ലാവർക്കും ഷോക്കായി. ഫുട്ബോൾ എന്നുള്ളതിനെക്കുറിച്ച്, നല്ല സ്പോർട്സ് എന്നുള്ള മേഖലയെക്കുറിച്ച് പോലും 5 പൈസയ്ക്ക് വിവരമില്ലാത്ത, അതേക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത എന്നെപ്പോലെ ഒരാൾ ഈ കേരളത്തിലെ ഈ മൂലയിലിരുന്ന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ പോലും അത് അത്രയേറെ സ്വാധീനിക്കുന്നുവെങ്കിൽ, ഇന്നത്തെ വായനയും ചിന്തയുമൊക്കെ ആ ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആഗ്രഹമുള്ള, അതിനെക്കുറിച്ചുള്ളവരുടെ ഒരു മനസ്സ് എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും എത്രയേറെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഫുട്ബോളിൽ ഇന്നത്തെ ദിവസം തന്നെ 2 മറഡോണ ലേഖനങ്ങളിലും അനുസ്മരണങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. അതായത് ഫുട്ബോളിൽ ദർ ഇസ് ഓൺലി വൺ ഗോഡ് എന്ന പ്ലേ കാർഡ് ഉയരുമ്പോൾ അതിൻ്റെ ഒപ്പം തീർച്ചയായിട്ടും ആ ഒരു മുഖമായിരിക്കും എന്ന് ഉറപ്പെഴുതിയ അത്ര നേട്ടങ്ങൾ കൊയ്ത ഒരു മറഡോണ. അതേപോലെ വിവാദങ്ങളുടെ കെട്ടഴിച്ച് എങ്ങനെ, എന്തുകൊണ്ട്, എത്രത്തോളം എന്നീ ചോദ്യങ്ങളുടെ ആകമ്പടിയിൽ എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു മറഡോണ. അദ്ദേഹത്തിൻ്റെ നേരത്തെ ടീംമേറ്റ് ആയിരുന്ന ജോർജ് വാൽഡാനോ ഒരിക്കൽ 2006 ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് മറഡോണയെക്കുറിച്ച് വരുന്ന എല്ലാ ലേഖനങ്ങളും വിലയിരുത്തലുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ. അദ്ദേഹം വാൽഡാനോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹി ഈസ് സമ്മൺ മെനി പീപ്പിൾ വോണ്ട് ടു എമുലേറ്റ്, എ കോൺട്രവേഴ്സ്യൽ ഫിഗർ, ലവ്ഡ്, ഹേറ്റഡ്, ഹു സ്റ്റിൽസ് ഗ്രേറ്റ് അപ്പീവൽ എസ്പെഷ്യലി ഇൻ അർജൻറ്റീന. അർജൻറ്റീനയിൽ മാത്രമല്ല, ലോകത്തെങ്ങും ഇദ്ദേഹം ഏറ്റവും ലവ്ഡ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ എല്ലാവരും പിന്തുടരുന്നുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. മുമ്പ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട്, എങ്ങനെ, എത്രത്തോളം, ഈ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ആർത്തിയോടെ വായിക്കുന്ന ആൾക്കാരാണ് ലോകമെങ്ങുമുള്ളത്. പക്ഷേ ഈ വാൽഡോണ പറഞ്ഞിരിക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് കൃത്യം. സ്ട്രെസ്സിങ് ഹിസ് പേഴ്സണൽ ലൈഫ് ഈസ് എ മിസ്റ്റേക്ക്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പാണ്: പിച്ചിൽ ഫുട്ബോൾ മാച്ച് ചെന്നാൽ മറഡോണയ്ക്ക് മറ്റൊരാളില്ല, സമർശീർഷൻ എന്ന് പറയാൻ ഒരാളില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം, ബട്ട് ഹി ടേൺഡ് ഹിസ് ലൈഫ് ഇൻ ടു എ ഷോ ആൻഡ് ലവ് ലിവിങ് എ പേഴ്സണൽ ഓർഡിൽ ദാറ്റ് ഷുഡ് നോട്ട് ബി ഇമിറ്റേറ്റഡ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഷോയാക്കി കളഞ്ഞു. ആ ഷോയെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും മനോഹരം എന്ന് വാൽഡാനോ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് തോന്നും. അതുപോലെ തന്നെ അതിനൊപ്പം ഈ ലോസ് ആഞ്ചൽസ് ന്യൂസിൽ ലോക പ്രശസ്ത പത്രപ്രവർത്തനായ സെബാസ്റ്റ്യൻ ട്രോട്ടലെ, അദ്ദേഹം ഓഫ്വുഡ് അവാർഡൊക്കെ 4 വർഷം കണ്ടിന്യൂസ് വാങ്ങിയ ആളെന്ന നിലയ്ക്ക് എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം ഡിയാഗോ മറഡോണയെ പറ്റി ഒരു ദീർഘമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മറഡോണയുടെ വീട് മുതൽ എല്ലായിടത്തും കൂടി നടന്നൊരു പഠനം തന്നെ നടത്തിയതിൽ നിന്നാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രസക്തമായ കാര്യമാണ്. 1976 ഒക്ടോബർ 20 വെറും 15 വയസ്സിൽ പ്രൊഫഷണൽ കളിക്കാരനായി രംഗത്തിറങ്ങിയ ആ ബാലനിൽ നിന്ന് ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയും ദേഹത്ത് പച്ചകുത്തി സ്വാംശീകരിച്ച സാധാരണക്കാരൻ പയ്യൻ എങ്ങനെയാണ് കൊക്കൈനിലേക്കും മറ്റ് ആകർഷണീയതകളിലേക്കും വഴുതി വീണ് പക്ക ധനികന്മാരുടെ ധാർഷ്ട്യങ്ങളും ശാഠ്യങ്ങളും വിവാദ നിർമ്മിതികളിലും ഒക്കെ ചെന്ന് എത്തിയത് എന്നതിനെക്കുറിച്ച് 3 ദിവസം UFO എടുത്തുകൊണ്ട് പോയെന്നുള്ള പ്രഖ്യാപനത്തിൽ ഉറപ്പിച്ച് അന്യഗ്രഹത്തിൽ നിന്ന് ആരാണ്ട് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്രേ. പിന്നീട് ചോദിച്ചു, മദ്യപിച്ചിട്ടുണ്ടോ? അതായത് 3 ദിവസം നല്ല മദ്യപാനത്തിന് ശേഷം ഞാൻ ഭൂമിയിലേ ഇല്ലായിരുന്നു, പിന്നീട് എന്നെ തിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, കള്ളടിച്ചാൽ അങ്ങനെ പലതും തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നിഷ്കളങ്കതയോടെ അത് വിശ്വസിച്ച് തന്നെ പറഞ്ഞിരുന്ന ഒരു മറഡോണയെക്കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1986 എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫൗളുകൾ ഏറ്റുവാങ്ങിയത്, 1982 ഇറ്റലിയിലെ വേൾഡ് കപ്പിൽ 23 ഫൗളുകളാണ് അത്രേ മറഡോണ സ്വന്തം പേരിൽ കുറിച്ചത്. ഇതൊക്കെ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് മറഡോണയെ എല്ലാവരും സ്നേഹിച്ചതെന്ന് അത് ഈ സെബാസ്റ്റ്യൻ ട്രോട്ടലെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. മറഡോണ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അതേ നിഷ്കളങ്ക ബാലനാണ്. യു സീ ഹിം വെൻ ഹി ഈസ് കൈൻഡ് ഇനഫ് എന്നല്ല, ലോകത്തിലെ ഏറ്റവും കാരുണ്യവാനായ വ്യക്തിയായിരിക്കും അദ്ദേഹം. പക്ഷേ ദേഷ്യം പിടിച്ചാലോ മോശം സ്വഭാവം കാണിച്ചാലോ ഈ ലോകത്തിലെ ഏറ്റവും മോശക്കാരനായ കുട്ടിയും മറഡോണ തന്നെ ആയിരിക്കുമെന്ന്
58 വയസ്സുള്ള കാലത്ത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ കാലമാണ് മോശക്കാരനായ കുട്ടിയും അദ്ദേഹമായിരുന്നെന്ന്. ഒരുപക്ഷെ ആ നിഷ്കളങ്കനായ ബാലനിൽ നിന്ന് ഈ നേട്ടങ്ങളുടെ ഒക്കെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വീടിനെ, അദ്ദേഹത്തിൻ്റെ ടീമിനെ, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള എല്ലാവരെയും ഒരു ലീഡറായിരുന്നു എന്ന് പറയുന്ന ആള് അതിൽ തന്നെ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നമ്മളെല്ലാവരും ഇപ്പോഴും മറഡോണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി തന്നെ അദ്ദേഹം ഇന്ന് നിലനിൽക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എല്ലാവരുടെയും മുന്നിലേക്ക് ഒരു സങ്കടം ഉണ്ടാവുന്നത്. മറഡോണ പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ എപ്പോഴും ആദരിക്കുക. വ്യക്തിപരമായിട്ടുണ്ടായ ആ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കുഴിഞ്ഞു നോക്കുകയും അതിനെക്കുറിച്ച് അതിൻ്റെ പിന്നാലെ അമിറ്റേറ്റ് ചെയ്യാൻ പോകാതിരിക്കുക. ആദരാഞ്ജലികളോടെ ശുഭരാത്രി.